നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ സ്ഥാനാർത്ഥികളാണ് UDFന്റെ രമേശ് പിഷാരടി, LDFന്റെ NMR റസാഖ്, BJPയുടെ ശോഭാ സുരേന്ദ്രൻ. സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങി, പ്രചരണം ചൂടുപിടിച്ചു. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന് ഒരു കാര്യം പിടികിട്ടിയത്. എന്താ അത്? മൂപ്പരത് പരസ്യമായിട്ട് തന്നെ പറഞ്ഞു, ഇതാണത്. അവിടെ ഏറ്റവും ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി UDFന് കിട്ടേണ്ട വോട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് LDF ചെയ്തത്. അവിടെ ചെന്നാൽ വ്യക്തമാണ്. അതായത് UDFന്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് പിടിച്ചോണ്ട് പോകാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയെയാണ് LDF നിർത്തിയത് എന്ന്. അപ്പോൾ പിന്നെ അയാൾ ദുർബലനാകുന്നത് എങ്ങനെ? അത് പോട്ടെ, സതീശേട്ടനല്ലേ അങ്ങനെ പറയും. പക്ഷേ ഒരു കാര്യം സതീശേട്ടൻ ഉറപ്പിക്കുന്നുണ്ട്, UDF വോട്ട് NMR റസാഖ് എന്ന LDF സ്ഥാനാർത്ഥി സ്പ്ലിറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ടു പോകും എന്ന്. പഴയതുപോലെ നമുക്കെല്ലാം കിട്ടൂല എന്നാണ് അർത്ഥം. അതെന്തുകൊണ്ടാണ്? ഇപ്പം നിർത്തിയ സ്ഥാനാർത്ഥി രമേശ് പിഷാരടിക്ക് അതിനെ തടഞ്ഞു നിർത്താൻ പറ്റില്ല എന്നായിരിക്കുമല്ലോ അതിൻ്റെ അർത്ഥം. അത്രയും വോട്ട് പിടിക്കാൻ പിഷാരടിക്ക് പറ്റില്ല എന്നും അതിനെ വ്യാഖ്യാനിക്കാം. അപ്പോൾ സ്ഥാനാർത്ഥിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം? അതായത് രമേശ് പിഷാരടിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന്. ആ കുഴപ്പത്തെ മറയ്ക്കാൻ CPM BJP ഡീൽ എന്നൊരു വിചിത്രമായ ആരോപണവും ഉന്നയിച്ചു. അതെങ്ങനെയാണ്? അതായത് മൂപ്പര് പറയുന്നത് ഞങ്ങളുടെ വോട്ട് CPM സ്ഥാനാർത്ഥി പിടിച്ചുകൊണ്ട് പോകും, സ്പ്ലിറ്റ് ചെയ്ത് കുറച്ച് അവിടെ വെച്ച് ബാക്കി പിടിച്ചുകൊണ്ട് പോകും, അതുകൊണ്ട് അവരും BJPയും ഡീലാണ് എന്ന്. അല്ലാതെ CPM വോട്ട് BJPക്ക് കൊടുത്തിട്ടുള്ള ഡീൽ അല്ല, അത് കൊടുക്കൂല എന്ന് മാത്രമല്ല നമ്മളെ വോട്ട് അവർ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. അതാണ് സതീശേട്ടൻ പറയുന്ന ഡീൽ. എന്താല്ലേ പാലക്കാട്ടെ ഡീൽ കഥ കേരളം ആകെ ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്താണ് എന്ന് നമുക്ക് ബാക്കി വിശദീകരിച്ച് നോക്കാം. രമേശ് പിഷാരടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മീഡിയ വണ്ണിനോടും മറ്റ് ചാനലുകളോടും സതീശൻ പറഞ്ഞ അഭിപ്രായം ആവർത്തിക്കുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ പാലക്കാട്ട് BJP CPM ഡീൽ, അത് വെറുതെ ഒന്ന് ഇവിടുത്തെ പാറ്റേൺ വെച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് മൂപ്പര് പറയുന്നത്. പാലക്കാട് BJPയുമായി ഏറ്റവും ടൈറ്റ് ഫൈറ്റുള്ള മണ്ഡലം. അവിടെ BJP ജയിക്കാതിരിക്കാൻ CPM ക്രോസ് വോട്ടിംഗ് പോലും നടത്താറുണ്ട് എന്ന് മാധ്യമങ്ങളടക്കം നിരന്തരം ആവർത്തിച്ച് പറയാറുള്ള മണ്ഡലം. അവിടെ തീരെ പൊളിറ്റിക്കൽ അല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ വെച്ച് കോൺഗ്രസ് എന്താണ് ഉന്നമിട്ടത്? BJP അവരുടെ രാഷ്ട്രീയത്തിൻ്റെ തന്നെ ഏറ്റവും തീവ്ര മുഖത്തെ ഇറക്കിയെടുത്താണ്, ശോഭാ സുരേന്ദ്രനെ തന്നെ ഇറക്കിയെടുത്താണ്. രാഷ്ട്രീയത്തിനപ്പുറം ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെയും നോമിനി മതി, എന്നിട്ട് ഇവിടെ ഇലക്ഷൻ ജയിച്ചാൽ മതി എന്ന് തീരുമാനിച്ചത് എന്തിനായിരിക്കും? CPMന്റെ സ്ഥാനാർത്ഥി പാലക്കാട്ടുകാരനും പഴയ SFIക്കാരനും കൂടിയാണത്രേ NMR റസാഖ്. റസാഖ് മണ്ഡലത്തിൽ വന്നത് എന്ത് ചലനമാണ് ഉണ്ടാക്കുക? എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഈ ഭയം പിടികൂടിയത്? അതിനൊരു കാരണമുണ്ട്. അത് LDF സ്ഥാനാർത്ഥിയുടെ കാരണം കൊണ്ടല്ല, മറ്റൊരു കാരണമാണ്. അത് രമേശ് പിഷാരടിയുടെ രാഷ്ട്രീയമാണ്. ശരിക്കും പിഷാരടി കോൺഗ്രസ്സുകാരനല്ലേ? നമുക്കൊന്ന് നോക്കിയാലോ. പാലക്കാട്ട് പോലെ പക്ക പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗത്ത് BJP എന്ന ആശങ്ക ജനാധിപത്യ പാർട്ടികൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവിടെ നിലനിർത്തുന്ന തൊട്ട് മുമ്പ് വിജയിച്ച സിറ്റിംഗ് സീറ്റ് നിലനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു പക്ക പൊളിറ്റിക്കലായ ആളെ നിർത്തണ്ടേ? മിനിമം കോൺഗ്രസ് രാഷ്ട്രീയം പിന്തുടരുന്ന ഒരാളെങ്കിലും നിർത്തണ്ടേ? പക്ഷേ പിഷാരടിയെ നിർത്തി. പിഷാരടിയുടെ രാഷ്ട്രീയം അതാണ് VD സതീശനെ ആശങ്കപ്പെടുന്നത്. അപ്പുറത്ത് NMR റസാഖ് എന്ന രാഷ്ട്രീയ പരിചയമുള്ള പഴയ SFIക്കാരനൊക്കെ ആയ ഒരാൾ, ഇപ്പോൾ ഹോട്ടൽ വ്യവസായം എന്തോ ആണ്, മൂപ്പരെയാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ രാഷ്ട്രീയ ഫൈറ്റ്, പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കും. അപ്പോൾ രമേശ് പിഷാരടി അപ്രസക്തമാകും എന്ന് VD സതീശന് ഭയമുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വോട്ട് CPM സ്ഥാനാർത്ഥി പിടിച്ചു കൊണ്ടുപോകും എന്നും അതൊരു ഡീലാണ് എന്നുള്ള ആഖ്യാനത്തിന് മുതിരുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, പിഷാരടിയുടെ രാഷ്ട്രീയം. എന്താണ് പിഷാരടിയുടെ രാഷ്ട്രീയത്തിൻ്റെ അപകടം? ഞാൻ അതിലേക്കാണ് വരുന്നത്. ആദ്യം 2 സിനിമാ പോസ്റ്റുകൾ നമുക്ക് നോക്കാം. ഒന്ന്, കേരളത്തിനെ ദേശീയ തലത്തിൽ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന സംഘപരിവാർ പദ്ധതിയുടെ ടൂളായി ഉപയോഗിച്ച കേരള സ്റ്റോറി എന്നൊരു സിനിമ. കേരളമാകെ ആ സിനിമയെ എതിർത്തു. രമേശ് പിഷാരടി എപ്പോഴെങ്കിലും ഇതിൽ ഒരു വാക്ക് ഉരിയാടിയിരുന്നോ? അതാണ് കേരളം ഉറ്റുനോക്കിയിരുന്ന. ഏതെങ്കിലും ഒരു ശബ്ദം ഉയർത്തി നിർത്താൻ കഴിയുമായിരുന്ന മുഖങ്ങളിൽ നിന്ന് ആരെങ്കിലും എതിർത്തിരുന്നു പലരും. പക്ഷേ അതിൽ രമേശ് പിഷാരടി ഉണ്ടായിരുന്നോ? ഇല്ല. രണ്ടാമത്തേത് എമ്പുരാൻ, സമീപകാലത്തെ വിഷയം എന്നുള്ള നിലക്കാണ് രണ്ടാമത്തെ സിനിമ എമ്പുരാൻ. ഗുജറാത്ത് കലാപത്തെ ഓർമ്മിപ്പിച്ചതിന് സംഘപരിവാർ റീസെൻസറിങ്ങിന് സ്വയം വിധേയമാക്കപ്പെടുത്തിയ സിനിമ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. മോഹൻലാലും പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും വിദ്വേഷ പ്രചരണത്തിന് വ്യാപകമായി വിധേയമാക്കപ്പെട്ടു. രാഷ്ട്രീയത്തിൽ ഇടപെടാറുള്ള കഴിയാവുന്ന സിനിമാക്കാരൊക്കെ പ്രതികരിച്ചു. എന്നാൽ ഇപ്പോൾ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും അനുഗ്രഹം മിനിറ്റിന് വോട്ടിനായി പറയുന്ന രമേശ് പിഷാരടി, മമ്മൂട്ടിയെ മണ്ഡലത്തിൽ കൊണ്ടുവരും ഞാൻ ജയിച്ചാൽ എന്ന് പറയുന്ന രമേശ് പിഷാരടി, മോഹൻലാലിൻ്റെ അനുഗ്രഹം ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ലാലേട്ടൻ എൻ്റെ എല്ലാമാണ് എന്ന് മണ്ഡലത്തിലെ വോട്ടർമാരോട് പറയുന്ന പിഷാരടി അന്നത്തെ BJP സംഘപരിവാർ അറ്റാക്കിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രതിഷേധം, ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നോ?
ഇല്ല, തീരെയില്ല. സംഘപരിവാർ കക്ഷിയായ പ്രശ്നങ്ങളിൽ ഒരിക്കലും സംസാരിക്കാൻ മൂപ്പരെ കിട്ടാറില്ല. എന്നാൽ മൂപ്പർ രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിച്ചിട്ടില്ലേ? ഉണ്ട്. എപ്പോഴാണ്? സംഘപരിവാർ പ്രതിരോധത്തിലാക്കുമ്പോൾ വംശീയ പ്രശ്നത്തിലടക്കം കേരളത്തിലും ഇന്ത്യയിലും പ്രതിഷേധങ്ങൾ ഉയരുന്ന വിഷയങ്ങളിൽ കൃത്യമായി അതത് സമയത്ത് വേണ്ടവണ്ണം മൂപ്പര് വളരെ റീച്ച് കിട്ടുന്ന സ്ഥലങ്ങളിൽ പോയി അഭിപ്രായം പറയാറുണ്ട്. ആർക്ക് ഗുണകരമായതാണ്? സംഘപരിവാറിന് ഗുണകരമായതാണ്. സംഘപരിവാറിനെതിരായ പ്രതിരോധങ്ങളെ പരിഹസിക്കുന്ന, അവർക്കെതിരായ പ്രതിഷേധങ്ങളെ പരിഹസിക്കുന്ന അഭിപ്രായങ്ങൾ. ഞാൻ സമീപകാലത്തുണ്ടായ 2 രമേശ് പിഷാരടിയുടെ നിലപാട് പ്രഖ്യാപനങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. സമീപകാലത്താണ് കേരളത്തെ വർഗീയ വേർതിരിവിന് ഒരു കൂട്ടർ ആഞ്ഞു ശ്രമിച്ചൊരു സംഭവം. പള്ളുരുത്തിയിലെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ അബദ്ധത്തിൽ ഹിജാബ് ധരിച്ച് അസംബ്ലി നടക്കുമ്പോൾ നടന്നെത്തിയ കുട്ടിയെ പുറത്താക്കിയ വിവാദം. അന്ന് കേരളത്തിൻ്റെ ധാർമ്മികത, മതനിരപേക്ഷ മനസ്സൊന്നാകെ ആ കുട്ടിക്കൊപ്പം, രക്ഷിതാക്കൾക്കൊപ്പം നിലകൊണ്ടു. എന്നാൽ അതിനെ തുരങ്കം വെക്കാൻ സംഘപരിവാറിനെതിരായ വികാരം തണുപ്പിക്കും വിധത്തിലുള്ള ഒരു അഭിപ്രായം തട്ടിവിടുകയാണ് രമേശ് പിഷാരടി ചെയ്തത്. മൂപ്പര് പറയുന്നത് അതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അഭിപ്രായം പറയുന്നത് എന്തിനാണ് എന്നാണ്. കേൾക്കണോ നിങ്ങൾക്ക്? ഇതാ കേട്ടോ. പള്ളുരുത്തിയിലെ സ്കൂളിൽ ഒരു ഹിജാബിന്റെ വിഷയം ഉണ്ടായല്ലോ. ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ ആ സ്കൂൾ മാനേജ്മെന്റും ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അവിടുത്തെ ഭരണകർത്താക്കളും കൂടെ വളരെ എളുപ്പത്തിൽ വട്ടം കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ഈ വിഷയം വേണമെങ്കിൽ തീരും. ഒരു സംസ്ഥാനം മുഴുവൻ, കണ്ണൂരും കോഴിക്കോടും കാസർഗോഡും ദുബായിലുള്ള ആൾക്കാർ കമന്റ് ബോക്സിന്റെ താഴെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി പറഞ്ഞ് ചീത്ത വിളിക്കുന്നത് ഇത് വൈഡ് സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ്. എങ്ങനെയുണ്ട്? ഗംഭീരല്ലേ? കാസയും മറ്റ് സംഘപരിവാർ സംഘടനകളും ആഞ്ഞടിക്കുന്ന ഘട്ടത്തിൽ രമേശ് പിഷാരടിയുടെ ഗംഭീര അഭിപ്രായം. ഇനി അതുപോട്ടെ, ദേശീയ അന്തർദേശീയ വിഷയങ്ങളിൽ നമ്മുടെ നാട്ടുകാരൊക്കെ ഇങ്ങനെ അഭിപ്രായം പറയുന്നത് എന്തിന് എന്നൊരു പതിവ് ചോദ്യം ചിലർ ചോദിക്കാറുണ്ട്. ഇസ്രായേൽ പലസ്തീനിൽ നടത്തുന്ന വംശീയ ഹത്യക്കെതിരെ നാടൊന്നാകെ അണിനിരക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ സംഘപരിവാർ ഇസ്രായേൽ ട്രംപ് വാദികളാണ് എന്ന് പൊതുവെ ഒരു നെറേറ്റീവ് ഉണ്ടല്ലോ. ഈ ഘട്ടത്തിൽ നമ്മുടെ കോൺഗ്രസ് മതേതരനായ പിഷാരടിയുടെ അഭിപ്രായം എന്തായിരുന്നു? കേൾക്കണോ നിങ്ങൾക്ക്? ഇതാ കേട്ടോ. പിടുത്തം കിട്ടിയോ? ഈവൻ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ വരെ ഞാൻ പറയുകയാണ്, നമ്മളിവിടെ പല പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ നെതന്യാഹുവും UNOയും ഞാനൊക്കെ ഓർമ്മ വെച്ച കാലം തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണ്. അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചോ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഇവിടെ നമ്മൾ പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് കൊണ്ടും ഇവിടെ ഇതുമായിട്ടൊരു ബന്ധവുമില്ലാത്ത സാധാരണക്കാരെ തമ്മിൽ ജാതി പറഞ്ഞും വഴക്ക് പറഞ്ഞും വഴക്കിടിക്കാം എന്നുള്ളതല്ലാതെ റിസൾട്ട് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അഭിപ്രായം പറയാൻ അറിയാഞ്ഞിട്ടല്ല, മൂപ്പർക്ക് എന്ത് പറയണമെന്ന് അറിയാവുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ്. എവിടെ പറയണം, എങ്ങനെ പറയണം എന്നെല്ലാം അറിയാം. ഇനി അതെല്ലാം പോട്ട് കേരള സ്റ്റോറിക്കും എംപുരാനും ഗാസയ്ക്കും പർദ്ദയ്ക്കും ഒന്നും കേരളീയർക്കൊപ്പം നിൽക്കണ്ട. ഉണ്ണി മുകുന്ദനെ പോലുള്ളവരുടെ പരിവാർ രാഷ്ട്രീയത്തിനൊപ്പം അറിയാണ്ട് നിന്നുപോകുന്ന ഒരു പരിപാടി മൂപ്പർക്കുണ്ട്. നരേന്ദ്രമോദിക്കൊപ്പം ഉണ്ണി മുകുന്ദൻ നിൽക്കുമ്പോൾ ഉണ്ണിയുടെ സംഘപരിവാർ രാഷ്ട്രീയം മഹത്തരമാണ് എന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പ്രഖ്യാപിക്കുന്ന ഒരു അപൂർവ കോൺഗ്രസ്സുകാരൻ കൂടിയാണ് രമേശ് പിഷാരടി. അതിനൊന്നും മൂപ്പർക്ക് ഒരു മടിയില്ല. അന്നത്തെ ആ നിലപാടിനെ കുറിച്ച് ആ സമയത്ത് മീഡിയ വൺ ഔട്ട് ഓഫ് ഫോക്കസിൽ നിഷാദ് റാവുത്തർ പറഞ്ഞ ഈ അഭിപ്രായം കേൾക്കാം. ഇന്നലെ ഉണ്ണി മുകുന്ദൻ ആ പോസ്റ്റ് ഷെയർ ചെയ്യുമ്പോൾ അതിന് താഴെ രമേശ് പിഷാരടി എന്ന് പറയുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന കോൺഗ്രസ് സിനിമാക്കാരൻ പോയി പറയാണ് ഗ്രേറ്റ് എന്ന് വെച്ചാൽ കുറെ നീണ്ട ടെക്സ്റ്റാണ് തരുന്നത്. മഹത്തായ വഴിയിലൂടെയുള്ള നിങ്ങളുടെ നേട്ടം. ഏത്? അദ്ദേഹത്തിന്റെ നേതാവായ രാഹുൽ ഗാന്ധിയുടെ പണി കളഞ്ഞ, ജയിലിലടക്കാൻ ശ്രമിക്കുന്ന, നെഹ്റു കുടുംബത്തെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി വലിയ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്ന, കോൺഗ്രസ് വിമുക്ത ഭാരതം പ്രഖ്യാപിച്ചിരിക്കുന്ന നരേന്ദ്രമോദിക്കൊപ്പം ഉണ്ണി മുകുന്ദൻ ഫോട്ടോ ഇടുമ്പോൾ അതൊരു ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, അതൊരു മഹത്തായ നേട്ടമാണെന്ന് താഴെ കമന്റ് ചെയ്ത് തന്റെ പ്രതിബദ്ധത തെളിയിക്കണമെന്ന് രമേശ് പിഷാരടിക്ക് തോന്നുകയാണ്. അപ്പോൾ ഇതാണ് കോൺഗ്രസ്സുകാരെന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ ഉള്ളിലിരിക്കുന്ന ബോധ്യത്തിന്റെ ഒരു മൂല്യം എന്ന് വെച്ചാൽ അതിന്റെ വേറെ അത്രയുമാണ്. സംഘപരിവാർ നെറേറ്റീവുകൾക്ക് കുടപിടിക്കുന്ന രമേശ് പിഷാരടി ഇന്ന് പാലക്കാട്ടെത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നായി മത്സരിക്കുകയാണ്. അപ്പോൾ ആ നിലപാടുകൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക? മുഖ്യ എതിരാളി BJP ആണല്ലോ. കേന്ദ്രം ഭരിക്കുന്ന BJP-യെക്കുറിച്ച് എന്താണ് മൂപ്പരുടെ ഇപ്പോഴത്തെ നിലപാട്? നമ്മുടെ നാട്ടിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ എന്താണ് പിഷാരടിയുടെ അഭിപ്രായം? ഹിജാബ് പ്രശ്നത്തിൽ എന്താണ് നിലപാട്? ഒപ്പം ഈ ബീഫ് വേട്ടയുടെ പേരിൽ ഉള്ള സാഹചര്യങ്ങളിൽ എന്താണ് അഭിപ്രായം? അവരുടെ കേരള വിദ്വേഷ പ്രചരണത്തിൽ എന്താണ് നിലപാട്? കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധത്തിൽ ഇങ്ങനെ ഓരോന്നായി നമുക്ക് ചോദിക്കാൻ പറ്റും. ഇപ്പോൾ പാലക്കാട് സ്ഥാനാർത്ഥിയെ ചൂണ്ടിക്കാണിച്ച് NMR റസാഖ് എന്ന പേര് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് അയാൾ ദുർബലനാണ്, BJP ഡീലാണ്, പാറ്റേൺ കണ്ടാൽ അറിഞ്ഞൂടെ, വോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ആളാണ്, ഞങ്ങളെ വോട്ട് പിടിച്ചുകൊണ്ടുപോകും, ഞങ്ങളെ സ്ഥാനാർത്ഥിക്ക് എല്ലാ വോട്ടും പിടിച്ച് നിർത്താൻ പറ്റില്ല എന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ അതിനുള്ള കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ സ്ഥാനാർത്ഥിയല്ല. പിഷാരടി സ്വയം ഡീലിന് വിധേയമായി കൊണ്ടിരിക്കുകയാണോ എന്നതാണ് എനിക്കിപ്പോൾ തോന്നുന്ന സംശയം. എന്തായാലും പൊളിറ്റിക്കലായ സ്ഥാനാർത്ഥിയല്ല എന്ന് നേതൃത്വത്തിന് തന്നെ ബോധ്യപ്പെട്ടു. VD സതീശൻ പറയുന്നത് UDF-ന്റെ വോട്ട് പിടിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്നാണ്. BJP CPM ഡീൽ എന്ന പ്രയോഗം കൂടി അതിനൊപ്പം ചേർക്കുന്നു എന്ന് മാത്രം. അവിടെ ഏറ്റവും ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി
UDF കിട്ടേണ്ട വോട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് LDF ചെയ്തത്. അത് അവിടെ ചെന്നാൽ വ്യക്തമാണ്. മനഃപൂർവ്വമായി BJPയെ ജയിപ്പിക്കാൻ വേണ്ടി ഫീൽഡ് ചെയ്യിപ്പിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ UDF വോട്ടിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയാണ് അപ്പുറത്ത് എന്നാണ്. LDF UDF വോട്ട് പിടിക്കും എന്ന് അങ്ങനെ പറഞ്ഞിട്ടാണ് മൂപ്പർ പറയുന്നത് ദുർബലൻ എന്ന്. ഇതിലേതിലാണ് ഉറച്ച് നിൽക്കേണ്ടത്? സതീശൻ്റെയും രമേശ് പിഷാരടിയുടെയും ഡീൽ കഥയ്ക്ക് അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് പാലക്കാട്ട് എത്തിയിരിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥിയാണ്, രമേശ് പിഷാരടിയാണ്. ഈ സാഹചര്യത്തിൽ രമേശ് പിഷാരടിക്ക് തൻ്റെ വോട്ട് അല്ലെങ്കിൽ UDFന്റെ വോട്ട് പിടിച്ചു നിർത്താൻ കഴിയില്ല എന്ന് VD സതീശന് പോലും തോന്നാനുള്ള കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മറ്റൊരു കാര്യം അവിടുത്തെ വോട്ടിംഗ് സാഹചര്യമാണ്. അത് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ ഇറങ്ങിയ E. ശ്രീധരൻ പാലക്കാട് MLA ഓഫീസ് വരെ എടുത്തിട്ട തെരഞ്ഞെടുപ്പ്. അന്ന് വിജയിച്ച ഷാഫി പറമ്പിലിന് 50,079 വോട്ട് കിട്ടി. രണ്ടാമതെത്തിയ E. ശ്രീധരന് 50,220 വോട്ട്. മൂന്നാമത് CPM സ്ഥാനാർത്ഥി പ്രമോദിന് 36,433 വോട്ട്. അന്ന് ഷാഫിയുടെ ലീഡ് എത്രയാണെന്നറിയോ? 3,859, വെറും 3,859. ഇനി ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയം. മാങ്കൂട്ടത്തിന് 58,389, കൃഷ്ണകുമാറിന് 39,549. ഭൂരിപക്ഷം അന്ന് P. സരിനാണ് മൂന്നാമതെത്തി, 37,156. ഭൂരിപക്ഷം 18,840. നല്ല പൊളിറ്റിക്കൽ ഫൈറ്റ് നടന്നു. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് ഒരു ഫൈറ്റ് നടന്നു. ഇനി ഇത് കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും UDF മികവ് നിലനിർത്തി. എന്നാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥിതി എന്താണ്? കേരള രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ സ്ഥിതി എന്താണ്? അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ, വോട്ട് ചെയ്യപ്പെട്ട വോട്ട് വെച്ച് ഒന്നാമത് കോൺഗ്രസ് ആണ്. UDF 49,174 വോട്ട്, LDF 43,385 വോട്ട്. അതായത് രണ്ടാം സ്ഥാനത്ത് LDF എത്തി, മൂന്നാമത് മാത്രമാണ് UDF. 6,189 വോട്ടിൻ്റെ ലീഡാണ് UDFന്. ശരാശരി നേരത്തെ നമ്മൾ 2021 3,000 സംതിങ് ആണ് അവിടുത്തെ ലീഡ് ഉണ്ടായിരുന്നത് ഷാഫി പറമ്പിലിന്. ഇപ്പോൾ 6,000 ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. ഒരു ശരാശരി 5,000-ൻ്റെ അടുത്ത് നിൽക്കുകയാണ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. അതിനിടയിലുള്ള തെരഞ്ഞെടുപ്പിനപ്പുറത്ത് കേരളത്തിൻ്റെ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് 2021 ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും ചേർത്ത് യുക്തിസഹമായി വാദിക്കാനുള്ള കണ്ടന്റാണ്. ഇല്ലെങ്കിൽ മറ്റേത് സ്പെഷ്യൽ ഇലക്ഷൻ ആണല്ലോ, ഉപതെരഞ്ഞെടുപ്പാണല്ലോ. ഈ സാഹചര്യത്തിലാണ് അവിടെ ഇത്ര ക്രൂഷ്യലായി ഉള്ള ഒരു സാഹചര്യം. അവിടുന്ന് VD സതീശൻ പറഞ്ഞ് കുറച്ച് വോട്ട് ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് അവർ കൊണ്ടുപോകുന്നു. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോയാലും ഒരു 2,000-3,000 വോട്ട് കൊണ്ടുപോയാൽ തന്നെ അതിൻ്റെ മെച്ചം LDFനാണല്ലോ ഉണ്ടാവുക. നിലവിൽ LDFൻ്റെ ഈ വോട്ട് നിലനിർത്താനും കഴിഞ്ഞാൽ LDFന് UDFന് ഒപ്പമെത്താനോ മുകളിൽ പോകാനോ കഴിയും. ഈ വോട്ട് നില ഇങ്ങനെ കിടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ ഇനി BJP ആണ് ഭീഷണി എങ്കിൽ പോലും എന്താണ് കോൺഗ്രസ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നിട്ട് ഉദ്ദേശിച്ചത്? BJP ആണ് ഭീഷണി, അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടുവെക്കണം. വേറെ ഒരുപാട് മണ്ഡലമുണ്ടല്ലോ ഇയാളെ സ്ഥാനാർത്ഥിയാക്കാൻ, പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കാൻ. പക്ഷേ ഇവിടെ നമ്മൾ ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ അതിനനുസരിച്ചുള്ള രാഷ്ട്രീയമായ ഒരു നീക്കം നടത്തണം. പക്ഷേ ഇപ്പോൾ അതിന് പകരം രമേശ് പിഷാരടിയെ നിർത്തിയിട്ട് ഞങ്ങളുടെ വോട്ടെല്ലാം പിടിച്ചു നിർത്താൻ അയാൾക്ക് പറ്റുന്നില്ല, അതൊക്കെ LDF സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോകും, അത് BJPയുമായി ഡീലാണ് എന്നാണ് പറയുന്നത്. ചുരുക്കത്തിൽ സതീശൻ പറഞ്ഞതിൻ്റെ മലയാളം നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് പിടിച്ചു നിർത്താൻ പറ്റില്ല എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? അയാൾ പൊളിറ്റിക്കൽ സ്ഥാനാർത്ഥിയല്ല എന്നതാണ്. എന്തായാലും ശോഭാ സുരേന്ദ്രന് മുന്നിൽ പിഷാരടി എന്നൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടു നിർത്തി രാഷ്ട്രീയം പറയേണ്ടിടത്ത് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ പറഞ്ഞ് വോട്ട് തേടുമ്പോൾ സതീശൻ പറഞ്ഞത് ശരിയാകുമോ എന്ന് സംശയിച്ചാലും തെറ്റില്ല. സ്ഥാനാർത്ഥിയെയും നിർത്തി ഇപ്പോൾ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞിട്ട് ഇമാതിരി സങ്കടം പറച്ചിൽ കൊണ്ട് എന്താണ് കാര്യം? സംഘപരിവാർ മനസ്സ് വെച്ച് കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞ് CPM നേതാക്കളെ പരിഹസിച്ച് നടക്കലല്ല കേരള രാഷ്ട്രീയം. ഒടുക്കം പെട്ടുപോകുമ്പോൾ അവർ തമ്മിൽ ഡീലാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതായത് രാഷ്ട്രീയത്തിൽ എളുപ്പ വഴികളില്ല എന്നർത്ഥം. അപ്പുറത്ത് NMR റസാക്കിനോടും BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനോടും നല്ല പൊളിറ്റിക്സ് പറഞ്ഞ് എതിരിട്ട് പ്രതിരോധിച്ച് ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന തോന്നലെങ്കിലും ഉണ്ടാക്കി മുന്നോട്ട് പോയി വിജയിക്കാൻ പിഷാരടിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കാം. നന്ദി, നമസ്കാരം.